ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ റെയിൽ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇതാ സൈഡിൽ വഴിയോര കച്ചവടക്കാരും നമുക്കിത് കുറേ ബിൽഡിങ്സ്, പിന്നെ അപ്പുറ സൈഡ് തന്നെ വേസ്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പലതരം ബിൽഡിങ്, IT കമ്പനി ആയാലും എല്ലാത്തരം. അതുപോലെ തന്നെ സൈഡിൽ കച്ചവടക്കാരും ഉണ്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര വേസ്റ്റാണ് നമുക്കിവിടെ കാണാൻ. അങ്ങനെ നമ്മൾ അടുത്ത എപ്പിസോഡ് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ MGR ചെന്നൈ സെൻട്രലിലാണ് ഗൈസ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പം നിങ്ങളിപ്പോൾ കണ്ട കുറച്ച് ഷോട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഇവിടെ ചെന്നൈ ഇറങ്ങി നടന്നുള്ള ചെറിയ ഷോർട്സ് കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടല്ലേ. അപ്പം പുലച്ചി തലൈവർ ഡോക്ടർ രാമചന്ദ്രൻ സാറിൻ്റെ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പേര് മദ്രാസ് എന്നായിരുന്നു 1893 ആ കാലഘട്ടങ്ങളിൽ. പിന്നെ 1996 പേര് മാറി ചെന്നൈ എന്ന് മാറി ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ ബെല്ലേക്ക് ടാക്കി അടിച്ചു കൂട്ടിക്കുന്ന നമ്മൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം ഗൈസ് നമുക്ക് ഇനി അടുത്ത് ചെന്നൈയിലുള്ള വിഷ്വൽസ് കാണാം. നമ്മളിനി അവരെ വീട്ടിൽ പോകുന്നു, കുറച്ച് ഫ്രഷ് ആവുന്നു, നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, സോ ഗൈസ് ബൈ. ഗൈസ് നമ്മളങ്ങനെ യൂബർ വിളിച്ചായിരുന്നു. അപ്പം യൂബർ വന്ന് നമ്മൾ ലഗേജൊക്കെ ഇങ്ങനെ ജസ്റ്റ് പാക്ക് ചെയ്യണം. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇവരടുത്ത് ഓരോരുത്തരായിട്ട് വിശേഷിപ്പിക്കാം. ചെന്നൈയിൽ നിന്നും വന്ന യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ട്രിവാൻഡ്രം സൂപ്പർ യാത്ര. എങ്ങനെ AC3 എക്കണോമിക്കിൽ എത്ര സ്റ്റാർ? നമുക്ക് എത്ര സ്റ്റാർ കൊടുക്കാൻ സാർ? 3 സ്റ്റാർ. ഓക്കെ. ചെന്നൈ സെൻട്രലിൽ നിന്നും യാത്ര പറഞ്ഞ് നമ്മളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഡ്രൈവർ ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ചെന്നൈയിലൂടെ നമ്മളെ യാത്ര അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നല്ല യാത്ര ആയിരുന്നു കേട്ടോ. നമ്മുടെ ട്രെയിനിൻ്റെ എക്കണോമിക് ആയാലും AC3 ചെയർ എക്കണോമി ആയാലും അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട് ഗൈസ് നമുക്ക് പറയാനായിട്ട്. ഈ ഒരു ചെന്നൈ എന്ന് പറയുകയാണെങ്കിൽ ഫുള്ള് റഷിൻ്റെ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ പറയാം. ചെന്നൈ എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്കാണ്. പിന്നെ ഇവിടെ തന്നെ ഭയങ്കര പോപ്പുലേഷൻസും അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ചെന്നൈയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം റഷാണെന്ന്. കണ്ടോ, ഇവിടെ തന്നെ പലതരം വണ്ടി. അതാണ് ഗൈസ് നമ്മുടെ പോലീസ്, ചെന്നൈ പോലീസിലത്തെ വണ്ടി. നമ്മൾ അങ്ങനെ സിഗ്നൽ വന്ന് ഗൈസ് നമ്മളങ്ങ് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളിവിടെ ഇരിക്കുന്ന ഒരു വീട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇത് ചെന്നൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു വില്ലായിരിക്കും നമുക്ക് മനസ്സിലോടി വരാറുള്ളത്. സോ നമുക്കിവിടെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ബാക്കിൽ ഭയങ്കര വേസ്റ്റാണ്. എൻ്റെ പള്ളി ഇത് പട്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഗൈസ്. അത് കണ്ടോ, ഞാൻ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ കാളവണ്ടിയാണ് കണ്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് ഈവനിങ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. പിന്നെ കുറച്ച് വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. സോ ഗൈസ് ബൈ, ഇത്രയൊക്കെ ഉള്ളൂ. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ചെന്നൈ എത്തി. ചെന്നൈയിൽ നമ്മളിപ്പോൾ ഉള്ളത് പട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം നിങ്ങൾ കണ്ടിരിക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഊബർ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് എത്തിയത് നിങ്ങൾ കണ്ടിരിക്കും. അപ്പം ഇന്ന് എന്തായാലും പുറത്തിറങ്ങാൻ സാധ്യതയില്ല. സോ നമ്മളെന്തായാലും നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ലൊക്കാലിറ്റീസ് കാണിച്ചു തരാം. എങ്ങനത്തെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കുമോ. ചിലവർക്ക് ചെന്നൈയിൽ എങ്ങനെയാണ് അവരുടെ കൾച്ചർ എന്നറിയാത്തവർ കാണും. കൾച്ചർ എങ്ങനെയാണ് കൊണ്ടുവരാൻ സാധിക്കും, അങ്ങനത്തെ കുറച്ച് കൺസിഡറേഷൻസ് കാണും. സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ ഞങ്ങളിനി കുറച്ച് ഫ്രഷും കുറച്ച് ഫ്രഷപ്പ് കാര്യം ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലേക്ക്
പൊട്ടിക്കാം. എന്നാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ തരുള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത പാർട്ടിലാണ്. സോ എന്തായാലും വരാം.